ഒരു ചെറിയ ചോദ്യം. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ചെലവ് ദിവസേന കൂടുകയാണോ? ഫൈബറിന് വില കൂടി, മോഡങ്ങൾക്ക് വില കൂടി, FTTH ഉൽപ്പന്നങ്ങളുടെ വില കൂടി. ഇനിയും വില കൂടാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇന്റർനെറ്റ് ടാരിഫ് കൂട്ടാൻ കഴിയുന്നില്ല. കേബിൾ TV വരിക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിപണിയിൽ മത്സരം ദിവസേന ശക്തമാകുന്നു. ഇതെല്ലാം ഇന്ന് ഓരോ കേബിൾ ഓപ്പറേറ്ററും നേരിടുന്ന യാഥാർത്ഥ്യമാണ്. ചെലവ് കൂടുന്നു, വരുമാനം കുറയുന്നു. ഇങ്ങനെ മുന്നോട്ടു പോയാൽ കഴിഞ്ഞ 30 വർഷമായി കഷ്ടപ്പെട്ട് നിർമ്മിച്ച നമ്മുടെ നെറ്റ്വർക്ക് ലാഭകരമായി നിലനിർത്താൻ കഴിയുമോ? ഇന്ന് നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കേണ്ട സമയമാണ്. പുതിയ വരിക്കാരെ എങ്ങനെ നേടാം? നിലവിലുള്ള ഫൈബർ ഉപയോഗിച്ച് കൂടുതൽ കണക്ഷനുകൾ എങ്ങനെ നൽകാം? പുതിയ ഫൈബർ വലിക്കാതെ തന്നെ നെറ്റ്വർക്ക് എങ്ങനെ വികസിപ്പിക്കാം? ഇതിനുള്ള ഒരു മികച്ച പരിഹാരമാണ് WDM, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഇന്ന് പല നെറ്റ്വർക്കുകളിലും കേബിൾ ടിവിയും ഇന്റർനെറ്റും വേർതിരിച്ച ലെയറുകളിലൂടെയും റേഷ്യോ കപ്ലർ ഉപയോഗിച്ചുമാണ് നൽകുന്നത്. ഈ രീതിയിൽ ഫൈബർ ഉപയോഗവും ഉപകരണ ചെലവും കൂടുതലാകാറുണ്ട്. എന്നാൽ WDM ഉപയോഗിച്ച് അതേ ഫൈബറിലൂടെ കൂടുതൽ കാര്യക്ഷമമായി സേവനങ്ങൾ നൽകാൻ കഴിയും. പല സാഹചര്യങ്ങളിലും പുതിയ ഫൈബർ ഇടേണ്ട സാഹചര്യം കുറയുകയും നെറ്റ്വർക്ക് വികസന ചെലവ് ഗണ്യമായി കുറയുകയും ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മിക്ക ഓപ്പറേറ്റർമാർക്കും WDM-നെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എന്റെ നിലവിലുള്ള നെറ്റ്വർക്കിൽ എങ്ങനെ എളുപ്പത്തിൽ നടപ്പിലാക്കാം എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ടാണ് പലരും ഇന്നും പഴയ രീതിയിൽ തന്നെ നെറ്റ്വർക്ക് നടത്തുന്നത്. നിങ്ങളുടെ നെറ്റ്വർക്കിന് അനുയോജ്യമായ രീതിയിൽ WDM നടപ്പിലാക്കിയാൽ നിലവിലുള്ള ഫൈബർ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാം. പുതിയ കണക്ഷനുകൾ കുറഞ്ഞ ചെലവിൽ നൽകാം. പല നെറ്റ്വർക്കുകളിലും അധിക ഫൈബർ ഇടാതെ തന്നെ കണക്ഷൻ ശേഷി വർദ്ധിപ്പിക്കാനാകും. ശരിയായ ഡിസൈൻ ഉപയോഗിച്ചാൽ ചില നെറ്റ്വർക്കുകളിൽ നിലവിലുള്ളതിനേക്കാൾ 25% അല്ലെങ്കിൽ അതിലധികം അധിക കണക്ഷനുകൾ നൽകാൻ പോലും സാധിക്കും. ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഘടനയെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ നെറ്റ്വർക്ക് കൂടുതൽ ലാഭകരമാക്കണോ? ചെലവ് കുറച്ച് കൂടുതൽ ഉപഭോക്താക്കളെ ചേർക്കണോ? നിങ്ങളുടെ കേബിൾ FTTH ബിസിനസ് കൂടുതൽ പ്രൊഫഷണൽ രീതിയിൽ വളർത്തണോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി കേബിൾ FTTH നെറ്റ്വർക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒപ്ട്രോടെക് നിങ്ങളോടൊപ്പമുണ്ട്. ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ WDM എങ്ങനെ നടപ്പിലാക്കാം, ഏത് ഉപകരണങ്ങൾ വേണം, എങ്ങനെ ഡിസൈൻ ചെയ്യാം, എത്ര ചെലവ് വരും, എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണം എന്നിവ യഥാർത്ഥ നെറ്റ്വർക്ക് ഉദാഹരണങ്ങളോടെ വിശദമായി അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒപ്ട്രോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് കേബിൾ ഓപ്പറേറ്റർമാരിലേക്കും ഷെയർ ചെയ്യൂ. ഞാൻ വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വരാം. നന്ദി.